കോടതി സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്ന ചോദ്യം ആണ്. അതായത് ഒരു വരുന്ന കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസിന്റെ മെറിറ്റിൽ അല്ലേ വിധി വേണ്ടത് എന്ന ആ അർത്ഥത്തിലാണ് സമൂഹത്തിന് വേണ്ടിയാകണോ വിധി എന്ന ചോദ്യം കോടതി ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പല കേസുകളിൽ വ്യത്യസ്ത വിധിന്യായങ്ങളാണ്. അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അന്ന് കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യം, പൊതുജന മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ എന്ന ഒരു വരി കൂടി, കളക്റ്റീവ് കോൺഷ്യൻസ് എന്ന വാക്കാണ് ആ വിധി പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് വിമർശിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും കളക്റ്റീവ് കോൺഷ്യൻസ് എന്നുള്ളത് ഓരോ വിധിയിലും ഓരോ തരത്തിലാവാം. സമൂഹത്തിന് വേണ്ടി ആകണോ കോടതി വിധി പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. സമൂഹം ഇരയ്ക്കൊപ്പമാണ് എന്ന് പ്രോസിക്യൂഷൻ മറുപടി പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ എന്ന് കോടതി ചോദിക്കുന്നു. രൂക്ഷമായ ഭാഷയിൽ തന്നെ ഒരു തരത്തിൽ പ്രോസിക്യൂഷനും കോടതിയും തമ്മിലുള്ള ഒരു യുദ്ധം ഇതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിലും, അതായത് ശിക്ഷ പ്രഖ്യാപിക്കുന്ന വേളയിലും നടക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. സമൂഹത്തിന് മാതൃകയാകണം വിധി എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണ്. പ്രതികളുടെ മാറ്റം കാണണം എന്നുകൂടി കോടതി ആവശ്യപ്പെടുകയാണ്. എന്താണ് മാറ്റം? പൾസർ സുനിയുടെ അതിനുശേഷം നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിൽ തന്നെ അയാളുടെ വെറി പുറത്തു വരുന്നുണ്ട്. പലതും ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് പറയുമ്പോൾ ശരി, ഇപ്പോൾ ഇനിയും അന്വേഷണം ഉണ്ടോ എന്ന് കോടതി പരിഹസിക്കുകയാണ്. പരിഹാസത്തിന്റെ മോഡിലാണ് കോടതി എന്ന് തോന്നുന്നു. പലർക്ക് പല ശിക്ഷ എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് വിചാരിക്കാം. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ പ്രോസിക്യൂഷന്റെ ചില വാദങ്ങളെ പരിഹസിക്കുന്നുണ്ട്. ജഡ്ജി സമൂഹം 8 വർഷം ഇരയ്ക്കൊപ്പം നിന്നു എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടതെന്ന് കോടതി തിരികെ ചോദിക്കുന്നു. ഇനിയും അന്വേഷണം ഉണ്ടാകുമോ എന്ന പരിഹാസം വരുന്നു. നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതായത് കോടതി നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡാണ്. ഓരോരുത്തരുടെയും പങ്കാളിത്തം പ്രത്യേകം പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് കോടതി ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഘട്ടത്തിൽ ഓരോരുത്തരുടെയും ശിക്ഷ വേരി ചെയ്യാനാണ് സാധ്യത. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കൃത്യത്തിൽ പങ്കെടുത്ത 6 പേർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളികളാണ്. ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് ആ കൃത്യം നടപ്പാക്കാൻ കഴിയില്ലായിരുന്നു. പൾസർ സുനി ആ കൃത്യം നടപ്പാക്കിയത് മറ്റ്5 പേരുടെയും കൃത്യമായിട്ടുള്ള സഹായവും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സമൂഹം മുഴുവൻ 8 വർഷം ഈ പറയുന്ന അല്ലെങ്കിൽ നടിക്കൊപ്പം നിന്നു എന്ന കാര്യം പറയുമ്പോൾ അതേ രീതിയിൽ തന്നെ കോടതി തിരിച്ചു ചോദിക്കുകയാണ്, സമൂഹത്തിന് വേണ്ടിയാകണോ വിധി എന്ന കാര്യം ആണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പറയില്ല എന്ന് ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുമുണ്ട്. പരാതിക്കാരിയായ നടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ പരാതിക്കാരിയായിട്ടുള്ള നടിയുടെ അഭിഭാഷക TB മിനി കോടതിയിലേക്ക് എത്തിയിരുന്നു. അവർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തായാലും ഈ സാധാരണഗതിയിൽ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗത്തെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെയാണ് പ്രധാനമായിട്ടും കോടതി കേൾക്കുക. എന്തായാലും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന വക്കാലത്തുണ്ടെന്നും എന്നാൽ ആരും ഹാജരായിട്ടില്ലെന്നും ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ മാധ്യമങ്ങളോട് TB മിനി സംസാരിച്ചിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റുകൾ ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. എന്തായാലും കോടതി നേരത്തെ സ്വീകരിച്ചിരുന്ന സ്റ്റാൻഡിൽ തന്നെ കോടതി നിൽക്കുന്നു എന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ എല്ലാവർക്കും ഒരേ ശിക്ഷ, പരമാവധി ശിക്ഷ, ഇളവില്ലാത്ത ജീവപര്യന്തം നൽകണം എന്ന വാദഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരെയും കോടതി ഇപ്പോൾ കേൾക്കുകയാണ്. അതിനുശേഷം ഈ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ വിധിന്യായത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. അതിനുശേഷം കോടതിയുടെ ബോധ്യം ഓരോരുത്തർക്കും ശിക്ഷ നൽകുന്നതിൽ അത് കോടതി വ്യക്തമാക്കിക്കൊണ്ട് ആ പറയുന്ന കാര്യം കോടതി മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ പ്രതിഭാഗം ഓരോരുത്തരെയും അല്ലെങ്കിൽ ഈ പറയുന്ന അക്യൂസ്ഡ് ഓരോരുത്തരെയും കോടതി കേട്ടു. അവർക്ക് പറയാനുള്ളതാണ് കേട്ടത്. അതിനുശേഷം ഈ ശിക്ഷയിന്മേലുള്ള പ്രതിഭാഗം അഭിഭാഷകരുടെ വാദമാണ് ഇപ്പോൾ തുടങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ ശിക്ഷയിൽ ഇളവ് എന്തുകൊണ്ട് നൽകണം എന്ന കാര്യത്തിൽ ജുഡീഷ്യൽ രീതിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായി തന്നെ വിവിധ കേസുകൾ ഉദ്ധരിച്ച് അതുമായി ബന്ധപ്പെട്ട വാദഗതികൾ ഒരുപക്ഷെ സമർപ്പിക്കും. അതുകൂടി കോടതി നോട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് പോകുക. ഇപ്പോൾ സമയം 12:18. മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 1 മണി വരെ അല്ലെങ്കിൽ ഉച്ച സമയം വരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കോടതി കേൾക്കുക. അതിനുശേഷം കോടതി ഇതിൽ ഒരു ഉത്തരവ് പറയും. വൈകിട്ട് 5 മണി വരെ കോടതിയുടെ സമയമുണ്ട്. ആ ഘട്ടത്തിൽ അതിനുള്ളിൽ തന്നെ അന്തിമ വിധി പ്രസ്താവം നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം, പരാതിക്കാരിയായ നടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. വക്കാലത്തുണ്ട്, പക്ഷെ ആരും ഹാജരായിട്ടില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. അവിടെ TB മിനി അവർ നടിയുടെ വക്കാലത്തെടുത്ത അഭിഭാഷകയാണ്. അവർ കോടതിയിലേക്ക് പോയിരുന്നു. നമ്മൾ കോടതി വരാന്തയിൽ നിന്ന്, കോടതിയുടെ മുറ്റത്ത് നിന്ന് അവരുടെ ബൈറ്റ് കേട്ടതുമാണ്. എന്തുകൊണ്ടാണ് പരാതിക്കാരിയായ നടിക്ക് വേണ്ടി കോടതിക്കകത്ത് അപ്പിയർ ചെയ്യാത്തത് എന്നുള്ളത് അറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പരാതിക്കാരിയായ നടിക്ക് വേണ്ടി വക്കാലത്തുണ്ടെങ്കിലും ആരും ഹാജരായിട്ടില്ല എന്ന് കോടതി പറയുകയാണ്. പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ കടുത്ത വാദപ്രതിവാദം തന്നെ നടന്നു.